നമസ്കാരം. പി.വി. അൻവർ എം.എൽ.എയുടെ ആരോപണങ്ങൾക്ക് പിന്നാലെ എ.ഡി.ജി.പി. അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാൻ സർക്കാർ ഒരുങ്ങുകയാണ്. ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷിനോ അല്ലെങ്കിൽ ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായയ്ക്കോ ആയിരിക്കും പകരം ചുമതല. അൻവറിന്റെ ആരോപണത്തിൽ അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് തീരുമാനം. അജിത് കുമാറിന് ക്രമസമാധാന ബറ്റാലിയൻ ചുമതലയുണ്ട്. ഇത് നിലനിർത്തിയേക്കുമെന്നാണ് സൂചന. സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ ആലോചിക്കുന്നുണ്ട്. ജയിൽ DGP ആക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുമുണ്ട്. ഫയർഫോഴ്സ് മേധാവി കെ പത്മകുമാറിന്റെ നേതൃത്വത്തിലായിരിക്കും അജിത് കുമാറിനെതിരായ അന്വേഷണം എന്നാണ് സൂചന. വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്തയുടെ പേരും പരിഗണനയിലുണ്ട്. ഇന്ന് പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനത്തിനിടെയായിരുന്നു അൻവർ എം.എൽ.എയുടെ ആരോപണത്തിൽ അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. എല്ലാ കാര്യവും ശരിയായ നിലയിൽ സർക്കാർ പരിശോധിക്കും. അച്ചടക്കം പ്രധാനമാണ്. അത് തടസ്സപ്പെടുത്തുന്ന നടപടികൾ വെച്ചുപൊറുപ്പിക്കില്ല. വിഷയം ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ അന്വേഷിക്കുമെന്നും ഇത് സംബന്ധിച്ച് ഉടൻ ഉത്തരവ് പുറത്തിറക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. പോലീസ് സേനയിൽ ചില പുഴുക്കുത്തുകളുണ്ട്. ഇത്തരക്കാരാണ് പോലീസ് സേനയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്നത്. ഇത്തരക്കാർ സേനയ്ക്ക് ആകെ നാണക്കേടുണ്ടാക്കുന്ന സ്ഥിതിയാണ് ഉള്ളതെന്നും മുഖ്യമന്ത്രി തുറന്നടിച്ചിരുന്നു. ഇങ്ങനെയുള്ളവർ സേനയിൽ വേണ്ടെന്നാണ് സർക്കാർ നിലപാടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അജിത് കുമാർ പോലീസിലെ കൊടും ക്രിമിനൽ ആണെന്നായിരുന്നു കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അൻവർ ആരോപിച്ചത്. അജിത് കുമാർ നൊട്ടോറിയസ് ക്രിമിനലാണ്. ഡാൻസ് ഓഫ് പ്രവർത്തിക്കുന്നത് സ്വർണ്ണക്കടത്ത് ലോബിയുമായി ചേർന്നാണ്. ദാവൂദ് ഇബ്രാഹിം മോഡൽ ഓപ്പറേഷനാണ് അജിത് കുമാർ നടത്തുന്നത്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അജിത് കുമാർ കൊലപാതകം ചെയ്യിച്ചു. കോഴിക്കോട് മാമി എന്നൊരാളെ 1 വർഷം മുമ്പ് കാണാതായിട്ടുണ്ട്. കൊന്നുകളഞ്ഞു എന്നാണ് കരുതുന്നത്. കൊള്ളയുടെ എല്ലാം തലപ്പത്ത് അജിത് കുമാർ ആണ് എന്നായിരുന്നു അദ്ദേഹം ആരോപിച്ചത്. അതേസമയം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും പി.വി. അൻവർ ആരോപണം ഉയർത്തിയിരുന്നു. അദ്ദേഹത്തിനെതിരെ എന്ത് നടപടി ഉണ്ടാകുമെന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത്. ഇതിനിടെ എ.ഡി.ജി.പി. അജിത് കുമാറിനെതിരെ ഗുരുതര ആരോപണവുമായി വീണ്ടും പി.വി. അൻവർ എം.എൽ.എ രംഗത്തു വന്നു. എം.ആർ. അജിത് കുമാർ തിരുവനന്തപുരത്ത് കവടിയാറിൽ വലിയൊരു കൊട്ടാരം പണിയുന്നുണ്ട്. കവടിയാറിൽ 12,000-നും 15,000-നും ഇടയിൽ ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടാണ് അജിത് കുമാർ പണിയുന്നതെന്ന് പി.വി. അൻവർ ആരോപിച്ചു. 15 കോടിക്കാണ് അജിത് കുമാർ കവടിയാറിൽ വീട് വെക്കാൻ സ്ഥലം വാങ്ങിയതെന്നും ഇതിനുള്ള പണം അജിത് കുമാറിന് എവിടെ നിന്ന് കിട്ടിയെന്നും പി.വി. അൻവർ ചോദിക്കുന്നു. എടവണ്ണ കേസിൽ നിരപരാധിയെ എം.ആർ. അജിത് കുമാർ കുടുക്കിയെന്നും അൻവർ ആരോപിക്കുന്നു. എടവണ്ണ യുവാവ് വെടിയേറ്റ് മരിച്ച കേസിൽ പ്രതിയായ ഷാൻ ഒരിക്കലും ഭർത്താവിനെ കൊല്ലില്ലെന്നാണ് മരിച്ച റിദാന്റെ ഭാര്യ തന്നോട് പറഞ്ഞത്. കേസിൽ കള്ളമൊഴി നൽകാൻ ഭാര്യയ്ക്ക് മേൽ പോലീസ് വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്തി. ക്രൂരമായി മർദ്ദിച്ചു. അവർ വഴങ്ങിയില്ല. മരിച്ച റിദാന്റെ 2 ഫോണും കണ്ടെത്താനായിട്ടില്ലെന്നും അൻവർ പറഞ്ഞു. കെ.സി. വേണുഗോപാലുമായും എ.ഡി.ജി.പിക്ക് അടുത്ത ബന്ധമുണ്ടെന്നും പി.വി. അൻവർ ആരോപിക്കുന്നു. സോളാർ കേസ് അട്ടിമറിച്ചതിനെ കുറിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ ഓഡിയോയും പി.വി. അൻവർ എം.എൽ.എ പുറത്തുവിട്ടു. കേസ് അട്ടിമറിച്ചതിൽ പ്രധാന ഉത്തരവാദി എം.ആർ. അജിത് കുമാർ ആണെന്നാണ് എം.എൽ.എ ആരോപിക്കുന്നത്. സോളാർ കേസിലെ പ്രതികളിൽ നിന്ന് പണം വാങ്ങി നൽകാമെന്ന് എ.ഡി.ജി.പി. പരാതിക്കാരിയോട് പറഞ്ഞതിന് പിന്നാലെ പരാതിക്കാരി മൊഴി മാറ്റിയെന്നുമാണ് പുതിയ ശബ്ദരേഖയിലെ വെളിപ്പെടുത്തൽ. ജീവിക്കാൻ ആവശ്യമായ പണം പ്രതികളുടെ കയ്യിൽ നിന്ന് വാങ്ങി നൽകാമെന്ന് അജിത് കുമാർ സരിതയ്ക്ക് ഉറപ്പു നൽകി. ഇതോടെ സരിത പല മൊഴികളും മാറ്റിയെന്നും അൻവർ ആരോപിക്കുന്നു. അജിത് കുമാറിന്റെ സംഘം വിമാനത്താവളത്തിൽ നിന്നും കോടികളുടെ സ്വർണം കടത്തിയിട്ടുണ്ട്. മുജീബ് എന്നയാളാണ് എം.ആർ. അജിത് കുമാറിന്റെ പ്രധാന സഹായി. മുഖ്യമന്ത്രിയുടെയും ഓഫീസിലെയും ഫോൺ ചോർത്തുന്നുവെന്നും പി.വി. അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പുറത്തുവിടാത്ത തെളിവുകൾ ഇനിയും കയ്യിലുണ്ട്. അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തുന്ന അന്വേഷണ സംഘത്തിനോട് സഹകരിക്കുമെന്നും എല്ലാ തെളിവുകളും കൊടുക്കുമെന്നും എം.എൽ.എ വ്യക്തമാക്കി. അജിത് കുമാർ മാറി നിന്നാലും രാജിവെച്ചാലും ആരോപണങ്ങൾ നിലനിൽക്കുമെന്ന് പി.വി. അൻവർ കൂട്ടിച്ചേർത്തു. ഭരണകക്ഷി നേതാക്കൾക്കിടയിൽ നടക്കുന്ന ചക്കളത്തിപ്പോരിൽ വിജയം ആർക്കൊപ്പമെന്ന് കാത്തിരുന്ന് കാണാം.